പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പോയിന്റ് ടൂൾ എന്ന് ഉപയോഗിക്കാൻ മനസ്സിലാക്കാം. നമുക്കറിയാം പോയിന്റ് ടൂൾ ഉപയോഗിക്കാൻ ജസ്റ്റ് പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജിയോജിബ്ര വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോയിന്റ് ആയി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റിൻ്റെയൊക്കെ പേരുകൾ ഇവിടെ താനെ സിസ്റ്റം തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ A, B 2 പോയിന്റ് ഉണ്ട്. മൂന്നാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ C എന്ന പോയിന്റ് താനെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാൻ നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ബ്രാക്കറ്റിന് ശേഷം ആദ്യം മറ്റു രീതി കാണിക്കാം. ഞാനിവിടെ 2,6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ പേര് വന്നില്ല. ഞാൻ എൻ്റർ കീ അമർത്തുമ്പോൾ പോയിന്റ് ABCD എന്ന ഓർഡറിൽ വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇഷ്ട രീതി ഇങ്ങനെ പോയിന്റ് ഉണ്ടാക്കാൻ നോക്കാം. ആവശ്യമുള്ള പേരിൽ ഞാനിവിടെ തൽക്കാലം M എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈക്വൽ ടു ടൈപ്പ് ചെയ്തതിനു ശേഷം ബ്രാക്കറ്റ് ഇടുന്നു. ഞാനവിടെ 0,3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 0,3 പോയിന്റ് വന്നിട്ടുണ്ട്. ഈ പേര് വന്നില്ല. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ M എന്ന പേരിൽ പോയിന്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഇതുപോലെ പേര് ടൈപ്പ് ചെയ്ത് ഈക്വൽ ഇട്ട് ബ്രാക്കറ്റിനകത്ത് വാല്യൂസ് കൊടുത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ബാക്കി സാധാരണ ക്ലിക്ക് ചെയ്യുന്നൊക്കെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ മറ്റൊരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കൂ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പോയിന്റ് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഞാനിവിടെ ലൈൻ ഉണ്ടാക്കുന്നു. നമുക്ക് ലൈൻ കൊടുത്ത് ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞു. തൽക്കാലം ഗ്രിഡൊക്കെ ഞാൻ മാറ്റി വെക്കാണ്. ഗ്രിഡ് മാറ്റുന്നു, അതുപോലെ തന്നെ എക്സ് മാറ്റുന്നു. ഈ ലൈനിൻ്റെ പേര് F എന്നാണ്. ഇതിൻ്റെ മേലെ നമുക്കൊരു പോയിന്റ് ഉണ്ടാക്കണം. നമുക്കറിയാം പോയിന്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് മേലെ പോയിന്റ് ഉണ്ടാകും. ഈ പോയിന്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ കൃത്യമായിട്ട് പോയിന്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെയുള്ള മിഡ് പോയിന്റ് ടൂൾ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ടൂൾ ഉണ്ടാവും. മിഡ് പോയിന്റ് പോയിന്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് ടൂൾ ഉപയോഗിച്ച് മിഡ് പോയിന്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി എൻ്റെയും സിൻ്റെയും ഈ രണ്ട് പോയിന്റ് ഇടയിൽ മറ്റൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. അതേ മിഡ് പോയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ഈ രീതി അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് ഇതുപോലെ ലൈനിൻ്റെ മേലെയോ കേവിൻ്റെ മേലെയോ സർക്കിളിൻ്റെ മേലെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഈ ഒരു മിഡ് പോയിന്റ് ടൂൾ ഉപയോഗിക്കാതെ തന്നെ മിഡ് പോയിന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് പോയിന്റ് ആക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതിങ്ങനെയാണ്. നോക്കൂ, അതൊക്കെ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചതൊക്കെ പോകുന്നു. പോയിന്റൊക്കെ നമുക്കിതിൻ്റെ സെൻട്രൽ കൃത്യമായിട്ടൊരു പോയിന്റ് വേണം. എന്നാൽ നമുക്ക് ഈ ഒരു മിഡ് പോയിന്റ് ടൂൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താക്കാൻ നോക്കാം. അതിങ്ങനെ ചെയ്യണം. നമ്മൾ ആദ്യം പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈനിൻ്റെ പേര് നോക്കി, ഈ ലൈനിൻ്റെ പേര് F എന്നാണ്. F എന്ന് കൊടുക്കുന്നു. എന്നിട്ട് കോമറ്റിന് ശേഷം ഞാൻ 0.5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ കൃത്യം AB എന്ന ലൈനിൻ്റെ സെൻറ്ററിൽ ഒരു C എന്ന പോയിന്റ് വന്നു. ഇനി ഇവിടെ പോയിന്റ് വരുന്നെങ്കിലോ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ നമ്മൾ P എന്ന് കൊടുക്കുന്നു, ഈക്വൽ ഇടുന്നു, എന്നിട്ട് പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഏത് ലൈനാണോ വേണ്ടത്, ഏത് ലൈനിന് മേലാണോ വേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുന്നു. എന്നിട്ട് 0.25 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ കൃത്യം ഈ ലൈനിൻ്റെ കാൽഭാഗത്ത് ഒരു പോയിന്റ് വന്നു. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ പേര് P ആണ് നമ്മൾ കൊടുത്തത്, അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഒബ്ജക്റ്റിന് മേലെ പോയിന്റ് എടുക്കാൻ സാധിക്കും. ഇതിനേക്കാൾ രസകരമായ മറ്റു സംഭവം എന്താ വെച്ചാൽ, ഇതൊക്കെ ലൈനാണ്. എന്നാൽ ഈ ലൈൻ കൂടാണ്ട് നമുക്കറിയാം, ഇവിടെ ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവിടെ സെൻറ്റർ ക്ലിക്ക് കാണിക്കുന്നു വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ 2 പോയിന്റ് കാണിക്കുന്നു. നമുക്ക് ഈ സർക്കിൾ, ഈ ഒരു ആർക്കിൻ്റെ പേര് C എന്നാണ്. ഇതിൻ്റെ സെൻറ്റർ നമുക്കൊരു പോയിന്റ് വേണം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിച്ച മിഡ് പോയിന്റ് ഒരു സെൻറ്റർ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് വരെ നോക്കാം. നോക്കൂ, ഇവിടെയാണ് പോയിന്റ് വന്നത്. കാരണം ആർക്കാണ്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലൈനിൻ്റെ മിഡ് പോയിന്റ് കാണാനേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് മിഡ് പോയിന്റ് കിട്ടിയത്. നമുക്ക് അതല്ല, ഇവിടെ വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. നമുക്ക് ഏതിൻ്റെ മേലാണോ പോയിന്റ് വേണ്ടത്, നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഇതിൻ്റെ പേര് C ആണ്. ഈ ഇതിൻ്റെ പേര് C ആണ്. C എന്ന് ടൈപ്പ് ചെയ്യുക. കോമറ്റിന് ശേഷം 0.5 എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കൂ, ഉടനെ തന്നെ പോയിന്റ് വന്നു കഴിഞ്ഞു. എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ പേര് G എന്നാണ് ഈ പോയിന്റ്. ഇങ്ങനെ കേവിൻ്റെ മേലൊക്കെ ഏത് ഭാഗത്തും കൃത്യമായിട്ട് നമുക്ക് ഒരു പോയിന്റ് പ്ലേസ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പോയിന്റ് ടൈപ്പ് ചെയ്യുക, എന്താണ് ഒബ്ജക്റ്റിൻ്റെ പേര് അത് ടൈപ്പ് ചെയ്യുക, ആവശ്യമുള്ള പൊസിഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക.